പ്രവാസികളുടെ ഭാര്യമാരെക്കുറിച്ച് പറയാം. ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ രണ്ട് ദിക്കിലായി പോയ മനുഷ്യരെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 2 വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് വന്ന് 2-3 മാസം കഴിഞ്ഞ് തൻ്റെ ഭർത്താവ് വീണ്ടും 2 കൊല്ലത്തേക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് അനുഭവിക്കുന്ന രോദനത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അനേകായിരം ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മാനസിക വ്യഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടിൽ ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ 2 നാടുകളിലായി പോകേണ്ടി വന്ന മനുഷ്യരുടെ വേദന പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. മാസങ്ങളോളം വർഷങ്ങളോളം പരസ്പരം നേരിട്ട് കാണാതെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ് 3-4 വർഷം ഗൾഫിലുള്ള പ്രവാസിയായ ഭർത്താവിനെ കത്തുകളിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളെ പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? എത്ര കഠിനമായ വേദനയായിരിക്കും അത്. പ്രവാസികളുടെ ഭാര്യ, നിനക്ക് മക്കളെവിടെയില്ലേ, നിനക്ക് മാതാപിതാക്കളില്ലേ, അമ്മായിയുമ്മയില്ലേ, ഒരുപാട് ആളുകളില്ലേ എന്ന് പറയുമ്പോഴും ആര് കൂടെ ഉണ്ടായാലും കല്യാണം കഴിച്ച ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതവും പൂർണ്ണമാവുകയില്ല. പ്രവാസിയുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ നല്ല വീടുണ്ടായേക്കാം, കുറച്ച് നല്ല പോർച്ചിൽ ചിലപ്പോൾ നല്ല വാഹനം ഉണ്ടായേക്കാം, മാസാമാസം നല്ലൊരു തുക വീട്ടിലേക്ക് വന്നേക്കാം. പക്ഷേ എന്ത് ഭൗതികമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാലും സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെ പകുത്തു നൽകേണ്ടവർ കൂടെ ഇല്ലാതായി പോകുന്ന, ഇനി കൂടെ ഉണ്ടായിട്ടും അത് കിട്ടാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് എത്രമേൽ വേദനയാണ്. ജീവിതം അർത്ഥമില്ലാത്ത ഒരു ഉണങ്ങിയ ജീവിതമാക്കി മാറ്റരുത്. നനവും സ്നേഹവും ഒക്കെ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ലൈഫിനെ പറ്റി ആലോചിക്കും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് വല്ലപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് വിശേഷം ചോദിച്ച് ഇതിനെ പറ്റിയല്ല. ഭാര്യ ഭർത്താവായിരിക്കെ അവർക്കിടയിലേക്ക് വരുന്ന സൗഹൃദങ്ങൾ, പരിധി വിട്ട സൗഹൃദങ്ങൾ, ഒരുമിച്ച് ട്രിപ്പ് പോകുന്ന സൗഹൃദങ്ങൾ, എപ്പോഴും മെസ്സേജ് അയക്കുന്ന സൗഹൃദങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മാത്രം ഷെയർ ചെയ്യുന്ന മൊമെന്റുകൾ മുഴുവനും ഷെയർ ചെയ്യപ്പെടാവുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇത്തരം സൗഹൃദങ്ങൾ നിങ്ങൾ കുടുംബമായി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആണായാലും പെണ്ണായാലും ഈ സൗഹൃദം കൊണ്ടുവന്നാൽ വല്ലാഹി അവിടെ നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിന്റെ സർവ്വ മാധുരവും അവിടെ കട്ടായി പോകും. പിന്നെ ബാക്കിയൊക്കെ ഒരു തരം എക്സ്പ്രഷനും അഭിനയവും മാത്രമായിട്ട് അത് മാറും. അതുകൊണ്ട് സൗഹൃദത്തെ നിങ്ങൾ സൂക്ഷിക്കണം.